Hello friends, welcome back to my channel Shaz Learning. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ EVS മലയാളം മീഡിയം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സസ്യങ്ങൾ രണ്ട് തരം, ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ. എന്താണ് ഏകബീജപത്രം? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എഴുതണം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ അത് എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ: ഒരൊറ്റ ബീജപത്രം മാത്രമേ ഉണ്ടാവൂ, ഇലകളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും, വേരുകൾ നാരുവേര് പടലമായിരിക്കും, കാണ്ഡത്തിന്റെ പുറംഭാഗത്തിന് കട്ടി കൂടുതലാണ്. ഇനി രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടാവും, ഇലകളിൽ ജാലികാ ശിരാവിന്യാസമായിരിക്കും, വേരുകൾ തായ്വേര് പടലമായിരിക്കും, കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ടീച്ചർ, അല്ലെ? ആ ടേബിളിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. സ്കൂൾ വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസേഴ്സ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഇതുപോലെ ഒരു ആശയ ഭൂപടം നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സസ്യങ്ങൾ, ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചു. ഇതിന്റെ പ്രത്യേകതകൾ: ഏകബീജം സമാന്തര ശിരാവിന്യാസമായിരിക്കും, നാരുവേര് പടലമായിരിക്കും. ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ജാലികാ ശിരാവിന്യാസമായിരിക്കും, തായ്വേര് പടലമായിരിക്കും. പിന്നെ അതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പെടാത്തവ കണ്ടുപിടിച്ച് വട്ടം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. തെങ്ങിന്റെ വേര്, മുളയുടെ വേര്, മാവിന്റെ വേര്, കവുങ്ങിന്റെ വേര്. അപ്പൊ മാവിന്റെ വേരാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയൊക്കെ എന്താണ്? നാരുവേര് പടലമാണ്. ഇതിന് തായ്വേരാണ് മാവിന്. ഇനി ഇലകള്: അരയാലിന്റെ ഇല, തേക്കിന്റെ ഇല, പ്ലാവിന്റെ ഇല, നെല്ലിന്റെ ഓല. അപ്പൊ നെല്ലിന്റെ ഇലക്ക് എന്ന് പറഞ്ഞാൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. ബാക്കിയൊക്കെ എന്താണ്? ജാലികാ ശിരാവിന്യാസമാണ്. ഇനി ചോളം, ഗോതമ്പ്, കശുവണ്ടി, തിന. ഇതിൽ കശുവണ്ടി ദ്വിബീജപത്ര സസ്യമാണ്, ബാക്കിയൊക്കെ ഏകബീജപത്ര സസ്യമാണ്. ഇനി വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യോജിപ്പിക്കുക: ബീജമൂലം വേരായിട്ട് മാറും, ബീജശീർഷം കാണ്ഡമായിട്ട് മാറും, ഏകബീജപത്ര സസ്യം മുള, ദ്വിബീജപത്ര സസ്യം നിലക്കടല. അറിയണ ആദ്യം യോജിപ്പിച്ച് പോയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത്, സസ്യങ്ങളിലെ വേരുപടലങ്ങളിലുള്ള തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: സസ്യങ്ങളിൽ രണ്ട് തരം വേരുപടലങ്ങൾ കാണുന്നു, തായ്വേര് പടലവും നാരുവേര് പടലവും. ഇനി തായ്വേര് പടലം എന്താന്ന് അടുത്ത വരിയിൽ എഴുതുക. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേര് പടലം. അടുത്തത്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം. സിമ്പിൾ ആണല്ലോ. ഇനി മാവ്, പ്ലാവ്, മുള, നെല്ല്, തേക്ക്, തെങ്ങ് ഇവയുടെ ഇലകൾ നിരീക്ഷിച്ച് ജാലികാ ശിരാവിന്യാസം, സമാന്തര ശിരാവിന്യാസം എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക. ജാലികാ ശിരാവിന്യാസത്തിന് ഞാൻ 1 കൊടുത്തു, സമാന്തര ശിരാവിന്യാസത്തിന് ഞാൻ 2 കൊടുത്തു. മാവ് ഏതാണ്? ജാലികാ ശിരാവിന്യാസം. പ്ലാവ് ജാലികാ ശിരാവിന്യാസം, തേക്ക് ജാലികാ ശിരാവിന്യാസം, മുള സമാന്തര ശിരാവിന്യാസം, നെല്ല് സമാന്തര ശിരാവിന്യാസം, തെങ്ങ് സമാന്തര ശിരാവിന്യാസം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പട്ടികപ്പെടുത്തേണ്ടത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യണം? 2 കോളം വരയ്ക്കണം, അല്ലെ? 2 കോളം വരച്ചിട്ട് ഒന്നിൽ സമാന്തര ശിരാവിന്യാസം എന്നും മറ്റേതിൽ ജാലികാ ശിരാവിന്യാസം എന്നും എഴുതിയിട്ട് 1 എഴുതിയതൊക്കെ ജാലികയിലും 2 എഴുതിയതൊക്കെ സമാന്തര ശിരാവിന്യാസത്തിലും എഴുതണം. ഓക്കെ. അടുത്തത്, ഏകബീജപത്ര സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വേർതിരിച്ചറിയാമെന്ന് വിശദീകരിക്കുക. അപ്പൊ അത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഒരൊറ്റ ബീജപത്രം മാത്രമേ ഉണ്ടാവൂ. ഇലകളിൽ സമാന്തര ശിരാവിന്യാസമായിരിക്കും. വേരുകൾ നാരുവേര് പടലമായിരിക്കും. കാണ്ഡത്തിന്റെ പുറംഭാഗത്തിന് കട്ടി കൂടുതലാണ്. എന്നാൽ രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടാവുന്നതും ഇലകളിൽ ജാലികാശിരാവിന്യാസമുള്ളതും വേരുകൾ തായ്വേര് പടലവും കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലുള്ളതുമാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. ഇതെല്ലാം കൂടി നേരെ വരിയായിട്ട് അങ്ങ് എഴുതിക്കൊള്ളുക. അപ്പൊ എന്തായി? അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിന്റെ ആൻസർ ആയി. ഓക്കെ, ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക. പറയണ്ടല്ലോ, ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഇതേ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തെങ്ങ്, കവുങ്ങ്, പന, ഈന്തപ്പന, മുള, പുല്ല്, വാഴ, നെല്ല്, ഗോതമ്പ്, ചോളം, തിന, ചേന, ഉള്ളി, ഇഞ്ചി, കരിമ്പ്, രാമച്ചം, മഞ്ഞൾ, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതാനുള്ളത്. സ്കൂൾ വർക്ക്ഷീറ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.